വടകരയിൽ കെ മുരളീധരൻ സ്ഥാനാർത്ഥി. ശക്തരായ സ്ഥാനാർത്ഥി വേണമെന്ന ചർച്ചകളിൽ ധാരണ. ഉമ്മൻചാണ്ടിയുടെ ഇടപെടലിലാണ് തീരുമാനം. സംസ്ഥാന നേതാക്കൾ മുരളീധരനുമായി സംസാരിച്ചു. മത്സരിക്കാൻ തയ്യാറെന്ന് മുരളീധരൻ. അതേസമയം കെ.വി. തോമസ് UDF കൺവീനറായേക്കും. സോണിയാഗാന്ധിയുമായി തോമസ് കൂടിക്കാഴ്ച നടത്തി. അണിനയിപ്പിക്കുന്നതിന്റെ ഭാഗമായി AICC ജനറൽ സെക്രട്ടറിയാക്കാനും നീക്കമുണ്ട്. വിവരങ്ങളുമായി സന്തോഷ് സല്ലിംഗ് ചേരുകയാണ്. സന്തോഷ്, അങ്ങനെ ചർച്ചകൾക്കൊടുവിൽ മുരളീധരൻ വടകരയിൽ മത്സരിക്കും, മുരളീധരൻ സ്ഥാനാർത്ഥിയാകുമെന്ന തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി ഒരു ഔദ്യോഗിക പ്രഖ്യാപനമാണ് മാത്രമാണ് ബാക്കിയുള്ളത്. അത് എപ്പോഴേക്ക് ഉണ്ടായേക്കും? ഒപ്പം തന്നെ കെ.വി. തോമസിന്റെ കാര്യത്തിലും ഒരു തീരുമാനം ഉണ്ടാകുമോ എന്ന്? പ്രിയ, തികച്ചും സാങ്കേതികത്വം മാത്രമാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ ഇനി AICC ബാക്കിയുള്ളത്. വലിയ നീണ്ട തർക്കങ്ങൾക്കൊടുവിൽ വടകരയിൽ സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് കണ്ടെത്തിയിരിക്കുന്നു. മുല്ലപ്പള്ളി രാമചന്ദ്രനാണ് ഇതുവരെ ജയിച്ചിരുന്നത്. പകരം സ്ഥാനാർത്ഥിയായി അഡ്വക്കേറ്റ് പ്രവീൺ കൃഷ്ണന്റെ പേര് നേരത്തെ വി മുരളീധരനെ അവിടെ നിന്നും വടകരയിലേക്ക് സ്ഥാനാർത്ഥിയാക്കി മാറ്റാൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നലെ രാത്രി കൂടി ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്നിവർ വി മുരളീധരനുമായി ഫോണിൽ നടത്തിയ സംഭാഷണത്തിനൊടുവിലാണ് വി മുരളീധരൻ ഇതിന് സമ്മതം മൂളിയിരിക്കുന്നത്. ഇന്ന് രാവിലെ സമ്മതം അറിയിച്ചു. ഇത് ഹൈക്കമാൻഡ് നേതൃത്വത്തെ കോൺഗ്രസ് KPCC നേതൃത്വം അറിയിച്ചു. ഡൽഹിയിലുള്ള മുല്ലപ്പള്ളി രാമചന്ദ്രൻ തന്നെ മുഗൾ വാസ്നിക്കിനെ നേരിട്ട് വടകരയിൽ വി മുരളീധരനാകും സ്ഥാനാർത്ഥി എന്ന് അറിയിക്കുകയും ചെയ്തു. അതിനുശേഷം ഇന്നിപ്പോ ഈ 4 മണ്ഡലങ്ങളുടെയും പ്രഖ്യാപനം നടത്തേണ്ടതാണ്. രാഹുൽ ഗാന്ധി വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലാണ്. അതുകൊണ്ട് അവിടെ നിന്ന് മടങ്ങിയതിനു ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാവുകയുള്ളൂ. അത് രാത്രിയോടുകൂടി മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇതിനിടയിലാണ് കെ.വി. തോമസിനെ UDF കൺവീനറാക്കാൻ ശ്രമം നടക്കുന്നത്. A ഗ്രൂപ്പിന്റെ കൈവശമുള്ള ഒരു പദവിയാണ് UDF കൺവീനർ പദവി. നിലവിൽ ബെന്നി ബെഹനാൻ ആണെങ്കിൽ പോലും ബെന്നി ബെഹനാൻ ചാലക്കുടിയിൽ മത്സരിക്കുന്നു. കെ.വി. തോമസ് ആട്ടെ എറണാകുളത്ത് സീറ്റ് നിഷേധിച്ചതിൽ പ്രതിഷേധത്തിലാണ്. ഈ സാഹചര്യത്തിലാണ് UDF കൺവീനർ സ്ഥാനം അല്ലെങ്കിൽ AICC ജനറൽ സെക്രട്ടറി സ്ഥാനം എന്ന രീതിയിലേക്ക് ചർച്ചകൾ പുരോഗമിക്കുന്നത്. ഇന്ന് സോണിയാഗാന്ധിയുമായി കെ.വി. തോമസ് കൂടിക്കാഴ്ച നടത്തി. ഇതിന് പിന്നാലെയാണ് ഇത്തരം ഒരു പദവി വാഗ്ദാനം ഹൈക്കമാൻഡ് നൽകിയിരിക്കുന്ന വിവരം പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ഇതിലേത് പദവി അദ്ദേഹം സ്വീകരിക്കുന്നത് വ്യക്തമല്ല. കേരളത്തിലാകട്ടെ അദ്ദേഹത്തിന് UDF കൺവീനർ സ്ഥാനം നൽകിയാൽ മറ്റു ഗ്രൂപ്പുകൾ വലിയ പ്രശ്നമുണ്ടാക്കാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും ഇത്തരമൊരു ചർച്ചകൾ ഒരു ഭാഗത്ത് പുരോഗമിക്കുകയാണ്. ശരി, വിവരങ്ങളാണ് സന്തോഷ് സല്ലിംഗ് നൽകിയത്. വടകരയിൽ മത്സരിക്കാൻ തയ്യാറെന്ന കെ മുരളീധരൻ MLA പാർട്ടി തന്നോട് ആവശ്യപ്പെട്ടാൽ താൻ മത്സരിക്കുമെന്നും കെ മുരളീധരൻ മാധ്യമങ്ങളോട് പറഞ്ഞു. മത്സരിക്കാൻ തയ്യാറാണെന്ന് അക്രമരാഷ്ട്രീയത്തിനെതിരെ പോരാടാനും വടകരയിൽ 10 വർഷം KPC പ്രസിഡന്റ് നടത്തിയ വികസന പ്രവർത്തനങ്ങൾ തുടരാനും പാർട്ടി തയ്യാറാണോ എന്ന് എന്നോട് ചോദിച്ചപ്പോൾ പാർട്ടി ഏൽപ്പിക്കുന്ന ഏത് ദൗത്യം നിർവഹിക്കാമെന്ന് ഞാൻ മറുപടി പറഞ്ഞു. അത് മാത്രമേ എനിക്കറിയൂ. അന്നോട് മത്സരിക്കാൻ തയ്യാറെടുത്ത് പാർട്ടി പറഞ്ഞാൽ തീർച്ചയായിട്ടും മത്സരിക്കും. ഒരിക്കലും വീഴ്ചയല്ല. കോൺഗ്രസ് എല്ലാ ഘടകങ്ങളും പരിശോധിച്ചതിന് ശേഷമാണ് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുക. അതനുസരിച്ച് തന്നെയാണ് സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ വൈകി എന്നുള്ളത് കൊണ്ട് അത് ഒരിക്കലും വിജയപരാജയങ്ങളെ ബാധിക്കില്ല. UDF നല്ല വോട്ടോടുകൂടെ വിജയിച്ചു. ഞാൻ എതിരാളി ആരാണെന്ന് നോക്കാറില്ല. മത്സരം ആശയങ്ങൾ തമ്മിൽ ജനാധിപത്യവും അക്രമ രാഷ്ട്രീയവും തമ്മിലുള്ള പോരാട്ടം. കെ മുരളീധരന് വടകരയിൽ അനായാസം ജയിക്കാൻ കഴിയുമെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. മുരളീധരൻ ഇക്കാര്യം സമ്മതിച്ചിട്ടുണ്ടെന്നും ഹൈക്കമാൻഡിന്റെ അനുമതിയോടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്നും അദ്ദേഹം പ്രതികരിച്ചു. കെ മുരളീധരൻ വന്നാൽ തീർച്ചയായിട്ടും നല്ല ഒരു പോരാട്ടം നടത്തിക്കൊണ്ട് അവിടെ ഞങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുമെന്ന് പ്രത്യാശ എനിക്കുണ്ട്. മാത്രവുമല്ല, ഏത് സ്ഥാനാർത്ഥി നിർത്തിയാലും അവിടെ ജയിക്കാനുള്ള എല്ലാ സാധ്യത ഇപ്പോഴുണ്ട്. മുരളീധരനാണെങ്കിൽ അനായാസേന ജയിച്ചു വരാൻ സാധിക്കും എന്ന കാര്യത്തിന് എനിക്ക് അശേഷം സംശയമില്ല. കെ മുരളീധരന്റെ പേര് ഹൈക്കമാൻഡിന് മുമ്പിൽ വെച്ചോ? കെ മുരളീധരൻ സമ്മതിച്ച സ്ഥിതിക്ക് തീർച്ചയായിട്ടും ഇത് പരിഗണിക്കപ്പെടണം എന്ന കാര്യം അദ്ദേഹത്തിന് മുമ്പിൽ ഞാൻ വയ്ക്കും. കേരളത്തിലെ സ്ഥാനാർത്ഥി നിർണയത്തെ പറ്റി പ്രതികരിക്കാതെ ഉമ്മൻചാണ്ടി. വയനാട് വടകര സീറ്റുകളിലെ തർക്കത്തെ പറ്റി ചോദിച്ചപ്പോൾ തനിക്ക് ആന്ധ്രയുടെ ചുമതലയാണെന്നും ഉമ്മൻചാണ്ടി മറുപടി നൽകി. 25 പാർലമെന്റ് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ 23-ലും 175 അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ 136 കോൺസ്റ്റിറ്റ്യുവൻസിലെയും സ്ഥാനാർത്ഥികളുടെ
പേര് ഏകകണ്ഠമായി കൊടുത്തു. അത് അംഗീകരിച്ചിട്ടുണ്ട്. കേരളത്തിലെ കേരളത്തിൽ വയനാടടക്കം ഇപ്പോഴും പ്രശ്നങ്ങളാണല്ലോ. കാസർഗോഡ് DCC പ്രസിഡന്റിനെതിരെ രാജ്മോഹൻ ഉണ്ണിത്താൻ. DCC പ്രസിഡന്റ് ഹക്കീം കുന്നിൽ ശൈലി മാറ്റണമെന്ന രാജ്മോഹൻ ഉണ്ണിത്താൻ അതൃപ്തി സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചു. ഉണ്ണിത്താൻ ഇന്നത്തെ പ്രചാരണ പരിപാടികൾ നിർത്തിവെച്ചു. നേരത്തെ തന്നെ ഉണ്ണിത്താനെ കാസർഗോഡ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിൽ DCC കടുത്ത അതൃപ്തി അറിയിച്ചിരുന്നു. വിവരങ്ങളുമായി സണ്ണി ചേരുകയാണ്. സണ്ണി, കാസർഗോഡ് ഉണ്ണിത്താൻ സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ മുതൽ തന്നെ പൊട്ടിത്തെറികൾ ഉടലെടുത്തിരുന്നു. ഇന്നിപ്പോൾ പരസ്യമായി ഉണ്ണിത്താൻ രംഗത്ത് എത്തിയിരിക്കുന്നു. പ്രചരണ പരിപാടികൾ അദ്ദേഹം നിർത്തിവെച്ച സാഹചര്യവും ഉണ്ടായി. ഇപ്പോഴെങ്ങനെയാണ് അവിടുത്തെ അവസ്ഥ? കാര്യങ്ങളൊക്കെ ശാന്തമായിട്ടാണോ DCCയിൽ പോകുന്നത്? എല്ലാം ഒതുക്കി തീർത്തോ? പ്രിയ, DCC പ്രസിഡന്റ് ഹക്കീം കുന്നിലിന്റെ സ്വേച്ഛാധിപത്യപരമായ സമീപന രീതികളാണ് തനിക്ക് യോജിച്ചു പോകാൻ പ്രയാസമുണ്ടെന്നും തന്നെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ഒരു ഏകോപന സമീപനം ഒന്നും തന്നെ DCCയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്ന നിലയിലുള്ള പരാതികൾ, അദ്ദേഹത്തിന് ഇവിടെ വന്നതിന് ശേഷം താമസിക്കാൻ വീടെടുത്ത് കൊടുത്തില്ല, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നില്ല എന്ന നിലയിലുള്ള ആക്ഷേപങ്ങൾ തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് രാവിലെ അദ്ദേഹം DCCയിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ യോഗത്തിൽ പൊട്ടിത്തെറിച്ച് അദ്ദേഹം അവതരിപ്പിച്ചത്. തുടർന്ന് അദ്ദേഹം യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം ഇക്കാര്യങ്ങൾ KPCC നേതൃത്വത്തെ അറിയിച്ചു. KPCC ജനറൽ സെക്രട്ടറി KP കുഞ്ഞിക്കണ്ണനെ ഈ പ്രശ്നങ്ങൾ ഇടപെട്ട് പരിഹരിക്കാൻ വേണ്ടി KPCC നേതൃത്വം ഇങ്ങോട്ട് അയച്ചിട്ടുണ്ട്. ഇപ്പം അതിനുശേഷം 12 മണിയോട് UDFന്റെ ജില്ലയിലെ നേതൃത്വ യോഗം ചേരുകയാണ്. ഇവിടെ യോഗം ഇപ്പോൾ DCC ഓഫീസിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ അപവാദങ്ങൾ ഉണ്ടാകുന്നതായിട്ടാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഈ യോഗത്തിന് ശേഷം പുറത്തിറങ്ങിയാൽ മാത്രമേ ഇനി അങ്ങോട്ടുള്ള ഉണ്ണിത്താന്റെ പ്രചാരണ പ്രവർത്തന സംബന്ധിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുകയുള്ളൂ. തനിക്ക് വേണ്ട പ്രവർത്തന സ്വാതന്ത്ര്യം അനുവദിക്കുന്നില്ല. DCC പ്രസിഡന്റ് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലിയോട് തനിക്ക് യോജിക്കാൻ കഴിയുന്നില്ല. അദ്ദേഹം ശൈലി മാറ്റിയാൽ മാത്രമേ തനിക്ക് പ്രചാരണ പ്രവർത്തനത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എന്ന നിലയിലാണ് അദ്ദേഹത്തിന്റെ ഉണ്ണിത്താന്റെ നിലപാട്. അദ്ദേഹം ഇന്ന് രാവിലെ പ്രചാരണ രംഗത്ത് ഇറങ്ങേണ്ടതായിരുന്നു. ഇന്നലെ തിരുവനന്തപുരത്തു നിന്ന് കാസർഗോഡ് എത്തിയതിനു ശേഷം അദ്ദേഹം കൊല്ലപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകരുടെ കല്യോട്ടിയും അതുപോലെ ചീമേനി ഭദ്രക്ക പ്രദേശങ്ങളാണ് സന്ദർശിച്ചത്. ഇന്നലെ മറ്റ് പ്രചാരണ പരിപാടികൾ ഉണ്ടായിരുന്നില്ല. ഏതാനും വ്യക്തികളെയും കണ്ടിരുന്നു. ഇന്ന് വിദ്യാലയ ക്യാമ്പസുകളും അതുപോലെ തന്നെ മറ്റ് പ്രധാനപ്പെട്ട വ്യക്തികളെയും കാണാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു. പക്ഷെ അതിനുള്ളൊരു ഏകോപനമൊന്നും DCCയുടെ ഭാഗത്തൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് ഉണ്ണിത്താന്റെ പ്രധാനപ്പെട്ട പരാതി. അതേ തുടർന്ന് അദ്ദേഹം താൽക്കാലികമായി പ്രവർത്തനം നിർത്തിവെച്ചു. ഇപ്പോൾ UDFന്റെ നേതാക്കൾ ഈ കാര്യങ്ങളിലെല്ലാം ഇടപെടുകയും ഇപ്പോൾ UDFന്റെ ജില്ലയിലെ നേതൃത്വം KPCC ജനറൽ സെക്രട്ടറി കുഞ്ഞിക്കണ്ണൻ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുത്തുകൊണ്ടുള്ള യോഗമാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ യോഗത്തിന് ശേഷം അല്പസമയത്തിനകം യോഗം പൂർത്തിയാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതിനുശേഷം നമുക്ക് മറ്റ് വിശദാംശങ്ങൾ ലഭ്യമാകുള്ളൂ. ഇപ്പോൾ ഇവ മാധ്യമപ്രവർത്തകരെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രിയ, ശരി, സണ്ണിയാണ് വിവരങ്ങൾ നൽകിയത്. ഇടവേള. രാജ്മോഹൻ ഉണ്ണിത്താൻ മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് ഈ UDF യോഗത്തിൽ എല്ലാ ആളുകളും പങ്കെടുത്തു. ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും UDF നേതാക്കന്മാർ ഒറ്റക്കെട്ടാണ്. ഞാൻ ഇവിടെ രാജ്മോഹൻ ഉണ്ണിത്താൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. മറ്റു വാർത്തകളിലേക്ക്. ചാന്നാർ ലഹള പാഠഭാഗത്തിൽ നിന്നും ഒഴിവാക്കിയത് ഗൗരവകരമെന്ന പുന്നല ശ്രീകുമാർ. NCERTയെ ആശങ്ക അറിയിക്കും, നടപടി പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടും. നവോത്ഥാന സംരക്ഷണ സമിതിയുടെ ആശയങ്ങൾ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് പുന്നല ശ്രീകുമാർ. സമിതിക്ക് ഒരു പ്രത്യേക നിലപാട് ഉണ്ടാകില്ല. ശബരിമല തെരഞ്ഞെടുപ്പിൽ ഒരു ഘടകമാകില്ലെന്നും പുന്നല ശ്രീകുമാർ പ്രതികരിച്ചു. സംസ്ഥാന ഗവൺമെന്റ് തത്വത്തിൽ പാഠ്യപദ്ധതി പരിഷ്കരണം ഉൾപ്പെടെ അത് അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നൊരു ഘട്ടത്തിലാണ് കേന്ദ്ര ഗവൺമെന്റ് ഈ നവോത്ഥാനത്തിന്റെ ഇത്തരം സന്ദേശങ്ങൾ പങ്കുവയ്ക്കുന്ന പാഠഭാഗം ഒഴിവാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അത് സമിതി വളരെ ഗൗരവതരമായി പരിഗണിച്ചിട്ടുണ്ട്. ഇന്നൊരു ഔദ്യോഗിക പ്രമേയമായി അത് അവതരിപ്പിക്കുകയും അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് NCERTയ്ക്കും കേന്ദ്ര ഗവൺമെന്റിന്റെ മാനവ വിഭവശേഷി മന്ത്രാലയത്തിന് ഇതുമായി ബന്ധപ്പെട്ട് സമിതിയുടെ ആശങ്കയും അഭിപ്രായവും അറിയിക്കാനും ആ പാഠഭാഗം പുനഃസ്ഥാപിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികളിലേക്ക് പോകണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഷീജ ചേരുകയാണ് ഇതിന്റെ കൂടുതൽ വിവരങ്ങളുമായി. ഷീജ, NCERTയുടെ നടപടിയിൽ പ്രതിഷേധിച്ച് വലിയ രീതിയിൽ പ്രതിഫലനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. വിവിധ ഇടങ്ങളിൽ നിന്നും പ്രതിഷേധങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പുന്നല ശ്രീകുമാറിന്റെ ഈ ഒരു പ്രതികരണവും വന്നിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്?
തീർച്ചയായും പ്രിയ, നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതി അതിന്റെ യോഗം ഇന്ന് ചേർന്നിരുന്നു. ഈ യോഗത്തിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇതിനെതിരെ ഇത്തരത്തിൽ NCERT 9ാം ക്ലാസ്സിലെ CBSE പാഠപുസ്തകത്തിൽ നിന്നും കേരളത്തിലെ നവോത്ഥാന മുന്നേറ്റത്തെക്കുറിച്ചുള്ള ഭാഗങ്ങൾ നീക്കം ചെയ്തതിനെതിരെ ഒരു പ്രമേയം അത് അംഗീകരിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി ഇതിനെതിരെയുള്ള പ്രതിഷേധം NCERTയെ അറിയിക്കാൻ തീരുമാനിച്ചതായാണ് ഇപ്പോൾ പുനല ശ്രീകുമാർ വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം എടുത്തു പറഞ്ഞ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ പോലും നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതിയുടെ നിർദ്ദേശങ്ങളും ശുപാർശകളും അംഗീകരിച്ചുകൊണ്ട് പാഠ്യപദ്ധതി പരിഷ്കരിക്കാൻ തയ്യാറാകുന്ന ഒരു ഘട്ടത്തിലാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ ഒരു നീക്കം വന്നിരിക്കുന്നത്. ഇതിലുള്ള ആശങ്ക തങ്ങൾ അറിയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ പിൻവലിച്ച 70 പേജ് ഉൾപ്പെടുന്ന ഈ പാഠഭാഗം അത് പുനഃസ്ഥാപിക്കണം എന്നുള്ള കാര്യവും ആ നടപടി പിൻവലിക്കണം എന്നുള്ള കാര്യവും നേരത്തെ തന്നെ NCERTയോട് ആവശ്യപ്പെടാനും ഇന്ന് ചേർന്ന നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതി യോഗം തീരുമാനിച്ചിട്ടുള്ള കാര്യവും അദ്ദേഹം ഇന്ന് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ശരി, വിവരങ്ങളാണ് ഷീജ നൽകിയത്. ഇടവേള. BJP സ്ഥാനാർത്ഥി നിർണയത്തിൽ അതൃപ്തിയുമായി RSS. പത്തനംതിട്ട സീറ്റിൽ നിന്ന് ശ്രീധരൻപിള്ളയെ ഒഴിവാക്കാൻ കേന്ദ്ര നേതൃത്വത്തിന് സമ്മർദ്ദം. പത്തനംതിട്ട കിട്ടില്ലെന്ന് ഉറപ്പായാൽ അൽഫോൺസ് കണ്ണന്താനത്തെ ഇറക്കി K. സുരേന്ദ്രനെ വെട്ടാനാണ് PS ശ്രീധരൻപിള്ളയുടെ നീക്കം. പട്ടിക ഇന്നുണ്ടാകും. വിവരങ്ങളുമായി ശരത്ത് ചേരുകയാണ്. ശരത്ത്, പട്ടികയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനം ഇന്ന് തന്നെ ഉണ്ടാകുമോ? ഔദ്യോഗിക പ്രഖ്യാപനം എപ്പോഴായിരിക്കും? പ്രിയ, സ്ഥാനാർത്ഥി പട്ടിക വരാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴും ആഭ്യന്തര കലഹങ്ങളെ തുടർന്ന് BJPയുടെ സ്ഥാനാർത്ഥി പട്ടിക കുഴഞ്ഞു മറിയുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. യാതൊരു മുന്നൊരുക്കങ്ങളുമില്ലാതെ ദില്ലിയിലെത്തി സ്ഥാനാർത്ഥി പട്ടികയിൽ തുടർച്ചയായി വെട്ടലും തിരുത്തലും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ BJPയുടെ സംസ്ഥാന നേതൃത്വം ചെയ്തത് എന്നതാണ് സാഹചര്യം. ഇതിൽ വലിയ പ്രതിഷേധമാണ് RSSനുള്ളത്. ഈ പ്രതിഷേധം RSS കൃത്യമായും BJPയുടെ ദേശീയ നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമായും പത്തനംതിട്ട സീറ്റിനെ ചൊല്ലിയാണ് BJPയിൽ വലിയ കലഹം ഉടലെടുത്തിരിക്കുന്നത്. പത്തനംതിട്ട സീറ്റ് ലഭിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് 3 നേതാക്കന്മാർ K. സുരേന്ദ്രനും PS ശ്രീധരൻപിള്ളയും അതുപോലെ തന്നെ അൽഫോൺസ് കണ്ണന്താനവും വലിയ അവകാശവാദമാണ് ഉന്നയിക്കുന്നത്. നിലവിൽ സമുദായ സമവാക്യങ്ങളെല്ലാം തനിക്ക് അനുകൂലമാണ് എന്നുള്ള കാര്യം കേന്ദ്ര നേതൃത്വത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ശ്രീധരൻപിള്ളയാണ് സീറ്റ് ലഭിക്കാനുള്ള കാര്യത്തിൽ മുൻതൂക്കത്തിലുള്ളത്. എന്നാൽ അതേസമയം തന്നെ K. സുരേന്ദ്രനെ മത്സരിപ്പിക്കണമെന്നുള്ള കാര്യം RSS ബോധ്യപ്പെടുത്തി എന്നാണ് വിവരം. ആ സാഹചര്യത്തിൽ K. സുരേന്ദ്രന് സീറ്റ് ലഭിക്കാതിരിക്കാൻ വേണ്ടി അൽഫോൺസ് കണ്ണന്താനത്തെ മത്സരിപ്പിക്കണമെന്നുള്ള നിർദ്ദേശം ഒരുപക്ഷെ ശ്രീധരൻപിള്ള മുന്നോട്ട് വയ്ക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ആ രീതിയിൽ K. സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം റദ്ദാക്കാനുള്ള ശ്രമം PS ശ്രീധരൻപിള്ളയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നാണ് മനസ്സിലാകുന്നത്. അൽഫോൺസ് കണ്ണന്താനത്തെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര നേതൃത്വത്തിന്റെ പിന്തുണയും ഉണ്ടാകുമെന്നാണ് ഇപ്പോഴുള്ള സൂചനകൾ. നിലവിലെ സാഹചര്യത്തിൽ അൽഫോൺസ് കണ്ണന്താനത്തെ കൊല്ലത്തിലേക്കും അതുപോലെ തന്നെ K. സുരേന്ദ്രനെ ആറ്റിങ്ങലിലേക്കുമാണ് പരിഗണിച്ചത്. ഈ 2 സീറ്റുകളിലും മത്സരിക്കുന്ന കാര്യത്തിൽ ഇരു നേതാക്കന്മാർക്കും വലിയ പ്രതിഷേധമാണ് ഉള്ളത്. തന്നെ കൊല്ലത്ത് പരിഗണിക്കുന്നതിനേക്കാൾ നല്ലത് മലപ്പുറത്ത് പരിഗണിക്കുന്നതാണ് എന്നുള്ള രീതിയിലുള്ള വിമർശനം ഉൾപ്പെടെ അൽഫോൺസ് കണ്ണന്താനം ഉയർത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഇഷ്ട സീറ്റില്ല എങ്കിൽ മത്സരിക്കുന്നില്ല എന്നുള്ള നിലപാട് വലിയ പ്രതിസന്ധി തന്നെയാണ് BJPയുടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അട്ടിമറികൾ ഉണ്ടായാൽ മാത്രമേ നിലവിലെ സാഹചര്യത്തിൽ പത്തനംതിട്ടയിൽ K. സുരേന്ദ്രനും അതുപോലെ തന്നെ പാലക്കാട് ശോഭാ സുരേന്ദ്രനും മത്സരിക്കാനുള്ള സാധ്യത ഉള്ളൂ. ഏതായാലും BJPയുടെ പാർലമെന്ററി ബോർഡ് വൈകുന്നേരത്തോടുകൂടി അവസാനിക്കും. അതിനുശേഷമാണ് പ്രഖ്യാപനം ഉണ്ടാവുക. തർക്കങ്ങൾക്കിടയിൽ BJPയുടെ സ്ഥാനാർത്ഥി പട്ടികയുടെ ഔദ്യോഗിക പ്രഖ്യാപനം മണിക്കൂറുകൾക്കകം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. വിവരങ്ങളാണ് ശരത്ത് നൽകിയത്. തുഷാർ വെള്ളാപ്പള്ളി തൃശൂരിൽ മത്സരിച്ചാൽ എതിർത്ത് തോൽപ്പിക്കുമെന്ന് BDJS ഡെമോക്രാറ്റിക് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വിജയസാധ്യതയുള്ള മുന്നണിക്ക് വോട്ട് ചെയ്യുമെന്ന് BDJS ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. BDJS പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണെന്നും തുഷാർ വെള്ളാപ്പള്ളി തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ തോൽപ്പിക്കാൻ എന്തു മാർഗവും സ്വീകരിക്കുമെന്നും BDJS ഡെമോക്രാറ്റിക് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പ്രത്യേകിച്ച് തുഷാറോട് മത്സരിക്കുന്നതുകൊണ്ട് ഞങ്ങളൊരു ചലഞ്ചായി ഏറ്റെടുത്തുകൊണ്ട് തുഷാറിനെ പരമാവധി തോൽപ്പിക്കാൻ വേണ്ടി അവിടെ ആര് ജയിക്കും എന്നുള്ളത് മനസ്സിലാക്കിയവരെ സഹായിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ തീരുമാനം. ഇവരാർക്കും BDJSന്റെ ബൈല കണ്ടിട്ടില്ല. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും BDJSന്റെ ഭാരവാഹികളാണ് ഈ ഇരിക്കുന്നത്. അതിന്റെ ബൈലയും കണ്ടിട്ടില്ല, ആരെയും കണ്ടിട്ടില്ല. ആര് മുഖം കറുപ്പിച്ച് സംസാരിക്കുന്നു, ആര് ചോദ്യം ചോദിക്കുന്നു, അവൻ വെളിയിൽ പോകും. ഇത് SNDP യോഗത്തിൽ നടന്നു വരുന്ന ഒരു ചിട്ടവട്ടമാണ്. അതേ ചിട്ടവട്ടം തന്നെയാണ് BDJS നടന്നു വന്നത്. അതുകൊണ്ടാണ് BDJSൽ വന്ന മറ്റ് സമുദായ സംഘടനകളെല്ലാം BDJSനെ വിട്ടുപോയി. അക്കീരമൺ കാളിദാസ ഭട്ടതിരിപ്പാട് ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇന്ന് പുറത്തുപോയെന്നാണ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്.
BDJS-ൽ കുടുംബവാഴ്ചയാണുള്ളത്. പാർട്ടിക്ക് രജിസ്ട്രേഷൻ ഉണ്ടോ എന്ന് പോലും സംശയമുണ്ട്. പാർട്ടിയുടെ ഭരണഘടന നേതാക്കൾ പോലും കണ്ടിട്ടില്ല. BDJS-നുള്ളിൽ ജനാധിപത്യം നഷ്ടപ്പെട്ടതിനാലാണ് പുതിയ പാർട്ടിക്ക് രൂപം നൽകിയതെന്ന് BDJS ഡെമോക്രാറ്റിക് ചെയർമാൻ ചൂടാൽ G. നിർമ്മലൻ, ജനറൽ കൺവീനർ താന്നിമൂട് സുധീന്ദ്രൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വടകര ഇളക്കിമറിച്ച് LDF സ്ഥാനാർത്ഥി P. ജയരാജന്റെ പര്യടനം തുടരുന്നു. ഓരോ കേന്ദ്രങ്ങളിലും നിരവധി പേരാണ് പ്രിയ സ്ഥാനാർത്ഥിയെ വരവേൽക്കാൻ എത്തുന്നത്. വടകര മണ്ഡലത്തിൽ ആവേശത്തിരയിളക്കിയാണ് P. ജയരാജന്റെ സ്ഥാനാർത്ഥി പര്യടനം തുടരുന്നത്. ഗാൻമേളകളുടെയും മുദ്രാവാക്യം വിളികളോടെയുമാണ് ഓരോ കേന്ദ്രത്തിലും വോട്ടർമാർ സ്ഥാനാർത്ഥിയെ വരവേൽക്കുന്നത്. വിവിധ കോളേജുകൾ സന്ദർശിക്കാനെത്തിയപ്പോൾ കന്നി വോട്ടർമാർ ഉൾപ്പെടെയുള്ള പുതുതലമുറയുടെ ആവേശകരമായ വരവേൽപ്പ്. പെൺകുട്ടികളും ആൺകുട്ടികളും പ്രിയ നേതാവിനൊപ്പം സെൽഫിക്കായി മത്സരം. കന്നി വോട്ടർമാർ അവർ കൃത്യമായി തിരിച്ചറിഞ്ഞിട്ടുണ്ട് രാജ്യം അപകടത്തിൽ. ആ അപകടത്തിൽ നിന്നും രാജ്യത്തെ രക്ഷിക്കാനുള്ള കന്നി വോട്ടർമാരുടെ ആഗ്രഹം ഈ പര്യടന വേളയിലൊക്കെ തന്നെ ബോധ്യമായിട്ടുണ്ട്. അത്തരമൊരു ശക്തമായിട്ടുള്ളൊരു കൊടുങ്കാറ്റ് വരുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ഒരു കൊടുങ്കാറ്റാണ് വടകര ലോക്സഭാ മണ്ഡലത്തിൽ അലയടിക്കാൻ വേണ്ടി പോകുന്നത്. അത് വരുമ്പോൾ ഇടതുപക്ഷ വിരുദ്ധന്മാർ പലതരത്തിലുള്ള കോപ്രായങ്ങളും കാണിക്കും, അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടാക്കാൻ ശ്രമിക്കും. വൈകിട്ട് വൻ ജനസഞ്ചയത്തിന്റെ അകമ്പടിയോടെ നഗരത്തെ ഇളക്കിമറിച്ച റോഡ് ഷോയും. ഗ്രാമനഗര വ്യത്യാസമില്ലാതെ കടത്തനാടൻ മണ്ണ് P. ജയരാജന് ആവേശോജ്വലമായ സ്വീകരണമാണ്, വരവേൽപ്പാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. വടകരയിൽ നിന്നും ക്യാമറമാൻ ഇക്ബാൽ വട്ടംകുളത്തിനൊപ്പം PV കുട്ടൻ. ഹൈബി ഈഡന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ നിന്ന് വിട്ടുനിന്ന് KV തോമസ്. നേതൃത്വം ഇടപെട്ട് അനുനയിപ്പിച്ച് KV തോമസിന്റെ പ്രതിഷേധം ഇനിയും അവസാനിപ്പിച്ചിട്ടില്ലെന്ന സൂചനയാണ് കൺവെൻഷനിൽ അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിലൂടെ തെളിയുന്നത്. ഉദ്ഘാടകനായി രമേശ് ചെന്നിത്തലയാണ് നിശ്ചയിച്ചിരുന്നതെങ്കിലും സ്ഥാനാർത്ഥി നിർണയ തർക്കം തുടരുന്നതിനാൽ K. മുരളീധരനാണ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത്. എറണാകുളത്ത് നടന്ന ഹൈബി ഈഡന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ UDF-ലെ ഒട്ടുമിക്ക നേതാക്കൾ പങ്കെടുത്തെങ്കിലും KV തോമസ് പങ്കെടുത്തില്ല. നിരവധി തവണ എറണാകുളം മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്താൽ തന്നെ ഇക്കുറി മാറ്റിയതിലുള്ള പ്രതിഷേധമാണ് KV തോമസിന്റെ അസാന്നിധ്യം വ്യക്തമാക്കുന്നത്. ജില്ലയിലെ കോൺഗ്രസ് MLA-മാരുടെ നിരന്തര ആവശ്യത്തെ തുടർന്നാണ് നേതൃത്വം ഇത്തവണ KV തോമസിന് സീറ്റ് നിഷേധിച്ചത്. ഹൈബി ഈഡന് പിന്തുണ നൽകുമെന്ന് KV തോമസ് പ്രഖ്യാപിച്ചെങ്കിലും കൺവെൻഷനിൽ നിന്ന് അദ്ദേഹം വിട്ടുനിന്നത് കോൺഗ്രസിന് ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. രമേശ് ചെന്നിത്തലയാണ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാൻ മുൻപ് തീരുമാനിച്ചിരുന്നതെങ്കിലും ദില്ലിയിൽ സ്ഥാനാർത്ഥി നിർണയത്തിലെ തർക്കങ്ങൾ തുടരുന്നതിനാൽ മുരളീധരനെ ഉദ്ഘാടകനാക്കുകയായിരുന്നു. സ്മൃതി ഇറാനിയോട് പ്രധാനമന്ത്രിക്ക് ഒരു പ്രത്യേക സ്നേഹമുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് ഈ വേദിയിൽ പറയുന്നില്ല. ഇത്രയും അല്പനായ ഒരു പ്രധാനമന്ത്രി, ഞാൻ ആ വാചകം അടിവരയിട്ട് പറയുന്നു, ഇത്രയും അല്പനായ പ്രധാനമന്ത്രി, കള്ളത്താടി, ഈ പ്രധാനമന്ത്രി ഈ രാജ്യത്തിന് അപമാനം. ഇതിനിടെ ദില്ലിയിൽ നടന്ന സ്ഥാനാർത്ഥി നിർണയത്തിലെ തർക്കങ്ങളെ തുടർന്ന് അതൃപ്തിയോടെ കൊച്ചിയിലെത്തിയ ചെന്നിത്തല കൺവെൻഷനിൽ പങ്കെടുക്കാതെ പൊന്നാനിയിലേക്ക് തിരിച്ചു. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കാനും ചെന്നിത്തല തയ്യാറായില്ല. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കൊല്ലത്ത് മുൻകാല SFI DYFI പ്രവർത്തകർ കൊല്ലത്തെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി KN ബാലഗോപാലിന് പിന്തുണ പ്രഖ്യാപിച്ച് ഒത്തുചേർന്നു. ഹൃദയപക്ഷം പരിപാടി MA ബേബി ഉദ്ഘാടനം ചെയ്തു. പുനലൂർ SN കോളേജിലെ SFI പ്രവർത്തകനായി, ചെയർമാനായി, പിന്നീട് SFIയുടെയും DYFIയുടെയും അഖിലേന്ത്യാ പ്രസിഡന്റായി, രാജ്യത്തൊട്ടാകെ വിദ്യാർത്ഥി യുവജന സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ പ്രിയ നേതാവ് KN ബാലഗോപാലിന്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിനാണ് ആദ്യകാല SFI DYFI പ്രവർത്തകർ ഒത്തുചേർന്നത്. CPIM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി ഉദ്ഘാടനം ചെയ്തു. വളരെ ആത്മവിശ്വാസം ഉണ്ടാകുന്ന പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. നമ്മൾ നിൽക്കുന്നത് പഴയകാല വിദ്യാർത്ഥി യുവജന പ്രവർത്തകരുടെ വേദിയിലാണ്. അവരെല്ലാം പല മേഖലയിൽ ജോലി ചെയ്യുന്നവർ, വിദേശത്തിറക്കമുള്ളവരുണ്ട്. അവരെല്ലാം ഈ പ്രവർത്തനത്തിന് വരാൻ വേണ്ടി തയ്യാറായി ആ സന്തോഷത്തോട് വന്നിരിക്കുകയാണ്. അപ്പം വളരെ വലിയ പിന്തുണ. വിദ്യാർത്ഥി സംഘടനാ രംഗത്ത് പ്രവർത്തിക്കുന്ന SFI പ്രവർത്തകനായിരുന്നു, ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രവർത്തകനായിരുന്നു, പിന്നീട് DYFI പ്രവർത്തകനായിരുന്നു. ആ പ്രവർത്തനത്തിൻ്റെ എല്ലാം പിന്തുണ വലിയ തോതിലുണ്ട്. അതാണ് ഈ ഹാളിൽ എല്ലാവരും പഴയകാല വിദ്യാർത്ഥി നേതാക്കന്മാർ മുതൽ ഇപ്പോഴത്തെ വിദ്യാർത്ഥികൾ വരെ വന്നത്. വളരെ അനുകൂലമായ ഒരു ആവേശകരമായ ഒരു പിന്തുണയാണ് കാണുന്നത്.
അടിയന്തരാവസ്ഥയിൽ SFIയെ നയിച്ച MA ബേബി മുതൽ വിവിധ ഘട്ടങ്ങളിൽ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തെ നയിച്ച തോമസ് ഐസക്, M വിജയകുമാർ, J മേഴ്സിക്കുട്ടിയമ്മ, LDF സ്ഥാനാർത്ഥി KN ബാലഗോപാൽ, S സുദേവൻ, ഡോക്ടർ B ശിവദാസൻ തുടങ്ങി പുതുതലമുറയിലെ നൂറുകണക്കിന് പ്രവർത്തകർ ഹൃദയപക്ഷം സൗഹൃദ സംഗമത്തിൽ ഒത്തുചേർന്നു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.